നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവിപാറ്റ് എണ്ണണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. വിവിപാറ്റ് പൂർണ്ണമായി എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഒരു സംവിധാനത്തെ അന്ധമായി വിശ്വസിക്കുന്നത് അനാവശ്യ സംശയങ്ങൾക്ക് ഇടയാക്കും. സാങ്കേതിക കാര്യങ്ങളിൽ കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചു. കൊട്ടിക്കലാശത്തിനിടെ ആക്രമണം. MLAയ്ക്കും UDF പ്രവർത്തകർക്കുമെതിരെ വധശ്രമത്തിന് കേസ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കലാശത്തിനിടെ ഉണ്ടായ ആക്രമണത്തിൽ CR മഹേഷ് MLAയ്ക്കും UDF പ്രവർത്തകർക്കുമെതിരെ വധശ്രമത്തിന് കേസെടുത്തു. 149 UDF പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൊട്ടിക്കലാശത്തിനിടെ CPM സംസ്ഥാന സമിതി അംഗം സൂസൻ കോടിക്കെതിരായ ആക്രമണത്തിലാണ് പോലീസ് കേസെടുത്തത്. സിനിമ സീരിയൽ താരം മേഴത്തൂർ മോഹനകൃഷ്ണൻ അന്തരിച്ചു. സിനിമാ സീരിയൽ താരം മേഴത്തൂർ മോഹനകൃഷ്ണൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. 10 വർഷമായി കിടപ്പിലായിരുന്നു. സഹനടനായി നിരവധി സിനിമ സീരിയലുകളുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സംവിധായകരായ ലോഹിതദാസ്, ജയരാജ് എന്നിവരോടുള്ള അടുപ്പമാണ് നാടകരംഗത്ത് നിന്ന് മോഹനകൃഷ്ണനെ സിനിമയിലേക്ക് എത്തിച്ചത്. പൈതൃകം, കാരുണ്യം, മാനസം, അയാൾ കഥ എഴുതുകയാണ്, ഇംഗ്ലീഷ് മീഡിയം, തിളക്കം, ദേശാടനം എന്നിവ മോഹനകൃഷ്ണൻ അഭിനയിച്ച ശ്രദ്ധേയമായ സിനിമകളിൽ ചിലതാണ്. കാരുണ്യത്തിലെ വേഷം ശ്രദ്ധേയമായിരുന്നു. കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീക്ക് തെരുവുനായയുടെ കടിയേറ്റു. വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീയെ തെരുവുനായ കടിച്ചു. അടൂർ മണക്കാല പോളിടെക്നിക് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീയുടെ നേരെയാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. സ്ത്രീയെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വോട്ട് ചെയ്തിറങ്ങിയ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. അമ്പലപ്പുഴ കക്കാഴം SNVTT സ്കൂളിൽ വോട്ട് ചെയ്തിറങ്ങിയ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. കക്കാഴം തെക്കുമുറി വീട്ടിൽ സോമരാജനാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. 138 നമ്പർ ബൂത്തിലെത്തി വോട്ട് ചെയ്ത ശേഷം തിരികെ പോകാൻ ഓട്ടോറിക്ഷയിലേക്ക് കയറാൻ പോകുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ.